بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين القاعدة العثمانية عثماني قاعدة ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഖമരിയായ ലാമിൻ്റെ അവസാന ഭാഗമാണ്. അടുത്ത അക്ഷരം ഹർഫുൽ ഹ ആണ്. ഹാ മഫ്തൂഹ, ഫത്ഹാക്കപ്പെട്ട ഹ. തുടക്കത്തിൽ അൽ വരുന്നതിന് ഉദാഹരണം അൽ ഹദി, അൽ ഹദി. കിസ്റാക്കപ്പെട്ട ഹ എന്ന് ഉദാഹരണം അൽ ഹീമി, അൽ ഹീം. ലമ്മാക്കപ്പെട്ട ഹ, തുടക്കത്തിൽ തന്നെ അലിഫ്ലാം വന്നതിൻ്റെ ഉദാഹരണമാണ് അൽ ഹുദ് ഹുദ, അൽ ഹുദ് ഹുദ്. ഇനി ലാമിന് ശേഷം വരുന്ന അലിഫ്ലാം, തുടക്കത്തിൽ ഫത്ഹ കസ്റ. രണ്ടിനും ഉദാഹരണം ഖുർആനിൽ ഇല്ല. ഫത്ഹാക്കപ്പെട്ട ലാം ലൽ ഹുദ, ലൽ ഹുദ. അടുത്ത ചേർത്ത് ഉച്ചരിക്കുമ്പോഴുള്ളതിൻ്റെ ഉദാഹരണം ബിൽ ഹസ്ലി. വഖഫ് ചെയ്യുമ്പോൾ ബിൽ ഹസിൽ. ഷുർബൽ ഹീമി, ഷുർബൽ ഹീം. ബിൽ ഹുദ, ബിൽ ഹുദ. ഇതോടുകൂടി ഖമരിയായ ലാമിൻ്റെ ഉദാഹരണങ്ങൾ അവസാനിച്ചു. ഇനി ശംസിയായ ലാമിനെ സംബന്ധിച്ചാണ് നമുക്ക് പറയാനുള്ളത്. തദ്രീബാത്ത്. ചെറിയ സൂറത്തുകളിൽ നിന്നും ഖമരിയായ ലാം കണ്ടെത്തി മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ ശംസിയായ ലാം കൂടി പറയുമ്പോൾ ഖമരിയെയും ശംസിയെയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.